ചെറുകിട ലോട്ടറി ഏജന്റുമാരോടുള്ള വിവേചനം പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി. ഏജന്റുമാരോട് വിവേചനപരമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നില്ലെന്നും ഭാഗ്യക്കുറി വിപണന മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൽ അംഗവൈകല്യമുള്ളവരും തൊഴിൽ ചെയ്യാൻ പറ്റാത്തതുമായ നിരവധി ആളുകളുണ്ട്. ഇവർക്ക് ആവശ്യമായ ലോട്ടറി ടിക്കറ്റുകൾ ജില്ലാ ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നില്ലെന്ന് കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി നിയമസഭയിൽ ഉന്നയിച്ചു. ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന ചെറുകിട ഏജന്റുമാരും സബ് ഏജന്റുമാരായിട്ടുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം പേരുണ്ട് സാർ. അവർ വഴിയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ്. അതിൽ അംഗവൈകല്യമുള്ളവരുണ്ട്, ഒരു തൊഴിലും ചെയ്യാത്തവരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട് സാർ. അന്ന് അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ലോട്ടറി ടിക്കറ്റുകൾ ജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. വൻകിട ഏജന്റുമാർക്ക് ആവശ്യത്തിലധികം ടിക്കറ്റുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ടിക്കറ്റുകൾ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പ്രതിദിനം 20-30 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അവിടെ കൊണ്ട് വിറ്റിരിക്കുന്നത്. ചെറുകിട ലോട്ടറി ഏജന്റുമാരോടുള്ള വിവേചനം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും എംഎൽഎ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ ഏജന്റുമാരോട് വിവേചനമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും ജില്ലാ ഓഫീസിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്നും സീനിയോറിറ്റി, കൃത്യത എന്നിവ കണക്കാക്കിയാണ് ഏജന്റുമാർക്ക് ലോട്ടറികൾ ലഭ്യമാക്കുന്നതെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. നിലവിലെ സമ്മാന ഘടന പ്രകാരം അച്ചടിക്കാവുന്നതിന്റെ പരമാവധിയായ 12 സീരീസുകളിൽ ആകെ 1,08,00,000 ടിക്കറ്റുകൾ അച്ചടിക്കുന്നുണ്ട്. ഇപ്രകാരം അച്ചടിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും മിക്കവാറും ദിവസങ്ങളിലും ഓഫീസിൽ നിന്ന് വിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഓഫീസിലും ലഭിക്കുന്ന ടിക്കറ്റുകൾ ആ ഓഫീസിലെത്തുന്ന ഏജന്റുമാരുടെ അപേക്ഷയുടെ സീനിയോറിറ്റി, ഏജൻസി സീനിയോറിറ്റി, ടിക്കറ്റ് എടുക്കുന്നതിലെ കൃത്യത, ഓഫീസിലെ ടിക്കറ്റ് ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോട്ടയായി അനുവദിച്ച് നൽകുന്നത്. കോട്ട ടിക്കറ്റുകൾ ഏജന്റുമാർക്ക് കൃത്യമായി ലഭ്യമാക്കാറുണ്ട്. അവ അകാരണമായി വെട്ടിക്കുറയ്ക്കാറില്ല. ഇപ്രകാരം കോട്ടയായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ടിക്കറ്റുകൾ മാത്രമേ ഓഫീസിൽ നിന്നും ഏജന്റുമാർക്ക് വിതരണം ചെയ്യുന്നുള്ളൂ. ഭാഗ്യക്കുറി വിപണന മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനാൽ ഈ മേഖലയിൽ അധിക തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.